നമസ്കാരം. വെൽക്കം ബാക്ക് ടു തെന്നൽ. നമ്മള് കുറെ ദിവസായില്ലേ ഈ തെന്നലിന്റെ എപ്പിസോഡുകൾ തുടങ്ങിയിട്ട്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും സഹായത്തിനും ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് കുറെ ഫീഡ്ബാക്സ് വന്നിട്ടുണ്ടായത് എന്ന് വെച്ചാല് വളരെ സ്നേഹത്തോടെ ഓരോരുത്തർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെ കുറച്ചുകൂടി നീ ഒന്ന് സ്മാർട്ട് ആവണം, കുറച്ചുകൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും നല്ല നല്ല ഒരു അത്രയും നല്ല ഒരു സ്നേഹത്തിലാണ് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത്. ഞാൻ ഫസ്റ്റ് ആയിട്ട് തുടങ്ങിയതല്ലേ, അത് അവർക്കും അറിയാം. അത് അവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മോളെ നീ കുറച്ചുകൂടി ഒന്നുകൂടി സ്മാർട്ട് ആയാൽ മതി. അപ്പോ എനിക്ക് ഇങ്ങനത്തെ നല്ല സ്നേഹത്തോടു കൂടിയുള്ള എല്ലാ അഭിപ്രായങ്ങളും ഉപദേശങ്ങളും എനിക്ക് തരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. അതെനിക്ക് കൂടുതൽ ഒരു ആത്മവിശ്വാസം നൽകുന്നു. കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ട് നിങ്ങളെ മുന്നിൽ വരാനും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനും. സ്വതവേ ഞാൻ കുറച്ച് പതിഞ്ഞ ആളാണ്, അതുകൊണ്ട് എനിക്ക് സ്മാർട്ടായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു 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 എന്താ പറയാ, ഞാൻ അതിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ഒരു ആത്മവിശ്വാസം എനിക്ക് കുറെ വന്ന്. ഇനി നമുക്ക് കുറച്ച് ഞാൻ കുറച്ച് ഓരോ എപ്പിസോഡ് കഴിയുന്നതിനെ കുറേശ്ശെ കുറേശ്ശെ ബെറ്റർ ആക്കാന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട് എനിക്ക്. ഓക്കെ, എന്നാൽ നമുക്ക് ഇന്ന് നമ്മൾ ഇന്ന് സാരിയിലേക്ക് തന്നെ പോവാം. ഞാൻ കുറെ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് വേഗം ചെറിയ ചെറിയ വീഡിയോ ആക്കിയിട്ട് ഇനി വേഗം വേഗം തീർക്കാം. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഞാൻ ഇത് മുന്നേ കാണിച്ചതാണ് ഒരു എപ്പിസോഡിൽ. ഈ സാരി ഞാൻ ഇട്ട സാരി കാണുന്നില്ലേ നിങ്ങള്? നല്ല എന്താ പറയാ, കണ്ടോ ഈ സാരി? നല്ല ഭംഗിയില്ലേ? കണ്ടോ? ഇത് ഷിബോരിയും ബാന്തിനിയും രണ്ട് പ്രിന്റുകളും ഒന്നിച്ചാണ് ഈ സാരിയിൽ വന്നിട്ടുള്ളത്. ഷിബോരി പ്രിന്റും ബാന്തിനി പ്രിന്റും. ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് സാരീസ് ആണ് കേട്ടോ. രാജസ്ഥാനി സാരീസ് ആണ്, പ്യുവർ ഹാൻഡ് മെയ്ഡ് സാരീസ് ആണ്, ഡൈ ചെയ്തെടുക്കുന്ന സാരീസ് ആണ്. അപ്പൊ ഇതിൽ വന്നിട്ടുള്ളത് ഷിബോരി പ്രിന്റും ഉണ്ട്, നമ്മളെ ബാന്തിനിയും എല്ലാം മിക്സ് ചെയ്തിട്ടാ ഉള്ള രണ്ട് പ്രിന്റിന്റെയും ഒന്നിച്ച്. ബാന്തിനി അത്ര അധികം ഇല്ല, ചെറിയ ചെറിയ ഇത്. ശരിക്കും പറഞ്ഞാൽ കൂടുതലുള്ളത് ഇതിന്റെ മുന്താണിയാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇതിന്റെ മുന്താണിയാണ് ഇത്. കൂടുതൽ ഇതിലുള്ളത് ഷിബോരിയാണ്. ഞാനിത് ഉടുത്തിട്ട് വന്നിട്ട് ഒന്നുകൂടി നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാ വെച്ചാല് അതിന്റെ ഭംഗി എന്നാലേ മനസ്സിലാവും. അത്രയും സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് അത്ര നല്ല ഭംഗിയിലാണ് ഇത് നിന്നിട്ടുള്ളതെന്നറിയാം. എവിടെ നമ്മൾ എങ്ങനെയാണോ ഇട്ട അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ നിന്നിട്ടുണ്ട് ഈ സാരി. അതിന്റെ ഒന്ന് രണ്ട് സാരികൾ ഞാൻ വേഗം കാണിക്കാം. നമ്മൾ ആദ്യം കാണിച്ചതാണ്, ഒന്നുകൂടി എന്നാലല്ലേ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവും. ഇതാ കണ്ടോ, ഇത് ഞാൻ അന്ന് കാണിച്ച സാരി തന്നെയാണ്. പക്ഷെ ഇതാ അത്രയും ഭംഗിയും അത്രയും സോഫ്റ്റിലും ഉണ്ടാവുക കേട്ടോ. ഇതിന്റെ മുന്താണിയാണ്, മുന്താണിന്റെ ഭാഗമാണ് ഇത്. ഇത് കണ്ടോ, ഇത് മുന്താണിന്റെ ഭാഗമാണ്. ഇതിന്റെ കേട്ടോ, ഇതിന്റെ ബ്ലൗസ് പീസ് ഇതാണ്, പ്ലെയിൻ ആയിട്ട് ഗ്രീൻ കളർ, ഒരുതരം നമ്മൾ തത്തപ്പച്ച എന്നെല്ലാം പറയില്ലേ, ആ ഗ്രീൻ കളറിലാണ് നമുക്ക് ബ്ലൗസ് തന്നിട്ടുള്ളത്. നല്ല ഭംഗിയില്ല. ഇത് നമ്മളെ രാജസ്ഥാനിന്ന് അവിടുത്തെ മില്ലിന്ന് ഹാൻഡ് മെയ്ഡ് ആണ് സാധനം. അതായത് ബാൻഡ് ചെയ്തിട്ട് കെട്ടിയിട്ട് അത് ഡൈ ചെയ്തെടുക്കുക ചെയ്യാം. ഓരോ പ്രിന്റും അത്ര ഭംഗിയിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും കൃത്യമായിട്ട് പറയാന്ന് വെച്ചാൽ ബാന്തിനിന്റെ ആ വർക്ക് ശരിക്കും ചെറുങ്ങനെ ഉള്ളൂ. കാര്യമായിട്ട് ഇത് ഷിബോരിയാണ്, ഷിബോരി പ്രിന്റ് ആണ് ഇതിൽ മുഴുവനുള്ളത്. കണ്ടോ? അതിന്റെ വേറെ കളറാണ് ഇത്, റെഡും ഒരു തരം ബ്ലൂ, റെഡും ബ്ലൂ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളറാണ്. നല്ല ഭംഗിയുണ്ട് ആ റെഡും ബ്ലൂ ആയിട്ടുള്ള. അതിന്റെ മുന്താണീന്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മളിതാ ഞാൻ കാണിച്ചു തരാം. മുന്താണീന്റെ ഭാഗമാണ് കണ്ടോ, ഇത് മുന്താണീന്റെ ഭാഗമാണ്, സാരീന്റെ മുന്താണീന്റെ ഭാഗം. ഇത് വരുന്നത് നമ്മൾ സാധാരണ ഓടലിന്റെ ഭാഗം. അത് കഴിഞ്ഞിട്ട് നമ്മളെ ബ്ലൗസ് എന്താ വെച്ചാല് ബ്ലൗസ് പീസ് വരുന്നത് ഫുള്ള് ബ്ലൂ ആണ്, പ്ലെയിൻ ബ്ലൂ ബ്ലൗസ്. കണ്ടോ, ഇതാണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ബ്ലൂ കളറിൽ ബ്ലൗസ് ഇങ്ങനെയാ ഉണ്ടാവുക. അത്രയും ഭംഗിയിൽ അത്രയും സോഫ്റ്റ് ആയിട്ട് ഉടുത്താൽ അത്ര ഭംഗിയിൽ നിൽക്കുന്ന സാരിയാണ്. ഈ സാരികളുടെ എല്ലാം വില എന്ന് പറയുന്നത് 950 ആണ്. ഈ സാരികളുടെ എല്ലാം വില 950 ആണ്. ഇതുണ്ടോ, ഇത് കണ്ടോ? ഇതിന്റെ മുന്താണിക്ക് കുറച്ച് ചെറിയ വ്യത്യാസമുണ്ട്. ഇതിന്റെ മുന്താണി കണ്ടോ, ഇതാണ് പ്രിന്റ് വരുന്നത്. ഇതിന്റെ മുന്താണിയിലെ പ്രിന്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് എല്ലാറ്റിന്റെയും ബ്ലൗസ് പ്ലെയിൻ കളറ്, അതേ കളർ കണ്ടോ, റെഡ്. ഇത് നമുക്ക് വരുന്നത് റെഡും ആഷ് കളറുമാണ് വരുന്നത്. ഇതിന്റെ ഇത് വരുന്നത് റെഡും ആഷ് കളറുമാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 950 ആണ്. ഇതിന്റെ
ഇനി നമുക്ക് പറയാനുള്ളത് വാക്സ് ബാട്ടിക് എന്ന് പറഞ്ഞ സാരിയാണ്. നമ്മള് ഹാൻഡ് മെയ്ഡ് സാരിയാണ്. ഇതും രാജസ്ഥാനി പ്യുവർ ഹാൻഡ് മെയ്ഡ് സാരിയാണ്, പ്യുവർ കോട്ടൺ ആണ്, എല്ലാം ഡൈ ചെയ്തെടുക്കുന്നതാണേ. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സാരികളൊന്നും വാഷ് ചെയ്യാൻ പറ്റില്ല, ഫുൾ ഡ്രൈ വാഷ് ആണ്. അത് ആദ്യം ഞാൻ പറയാം, ഇത് നമ്മൾ വെള്ളത്തിലിടാൻ പറ്റില്ല. ഈ സാരികൾ എന്ന് വെച്ചാൽ ഡ്രൈ വാഷ് ആണ്, ഈ രണ്ട് സാരികളും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഇതിൽ കളർ ഡൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന പ്രിന്റ് മൊത്തം വാക്സ് എടുത്ത് തീ ചൂടാക്കിയിട്ട് ആ ചൂടോടെ നമ്മൾ കൈകൊണ്ട് പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ് ഇത്. കണ്ടോ, ഇത് മെഷീൻ പ്രിന്റ് അല്ല, ഫുൾ ഹാൻഡ് പ്രിന്റ് ആണ്. വാക്സ് ചെയ്തെടുക്കുന്നതായതുകൊണ്ട് വാക്സിന്റെ അവിടെ ഇവിടെയെല്ലാം അവർ പ്രിന്റ് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയെല്ലാം ഉണ്ടാവും. പക്ഷേ അതൊന്നും കുഴപ്പമില്ല, അത് ഇതിന്റെ ഫാഷൻ തന്നെയാണത്. ഇത് കണ്ടോ, ഇതാണ് വാക്സ് ബാട്ടിക് സാരി. ഇത് പ്യുവർ സാധനാണ്. കണ്ടോ, പ്യുവർ രാജസ്ഥാനി സാധനമാണ് ഇത്. പ്യുവർ സാധനം, പ്യുവർ മില്ലിൽ നിന്ന് നമ്മൾ അത് ഡയറക്റ്റ് ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന അവിടെ മില്ലിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വരുന്ന സാധനമാണ് കേട്ടോ. അതിന്റെ വേറൊരു കളറാണ് നമ്മളിപ്പോ കാണിച്ചത്. ഒരു ഗ്രീൻ ആൻഡ് ഡാർക്ക് വയലറ്റ് ആണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ളത്. അതില് ഗ്രീൻ കളറാണ് അതിന്റെ ബ്ലൗസ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ നോക്കൂ, ഇത് കണ്ടോ, ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ ആണ്. മെറൂണിന്റെയും ഗ്രീനിന്റെയും കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. ഈ സാരിയുടെ വില എന്ന് പറയുന്നത് 1150 ആണ് കേട്ടോ. ഈ സാരിന്റെ വില എന്ന് പറയുന്നത് 1150 ആണ്. ഈ സാരി ഞാൻ പ്രത്യേകം പറയാം, ഇത് വാഷബിൾ അല്ല, ഡ്രൈ വാഷ് ആണ്. വാഷബിൾ അല്ല, വാഷ് ചെയ്യാൻ പറ്റില്ല ഇത്. കാരണം ഇത് വാക്സ് എന്ന് പറയുന്നത് നമ്മൾ അത് വാക്സ് ഹീറ്റ് ആക്കിയിട്ട് ഇതിന്റെ പ്രിന്റിൽ വരുന്ന കളർ അത് ഹീറ്റ് ചെയ്തിട്ട് അത് വാക്സ് ചെയ്തെടുക്കുന്ന, അത് പ്രിന്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അതാണ് വാക്സ് ബാട്ടിക് എന്ന് പറഞ്ഞത്. ഈ സാരിയിൽ വരുന്ന പ്രിന്റിന്റെ പേരാണ് ബാട്ടിക് പ്രിന്റ്. കണ്ടോ, ഇതാണ് ഇതിന്റെ മുന്താണിയുടെ ഭാഗമാണിത്. ഇതിന്റെ മുന്താണിയുടെ ഭാഗമാണിത്. ഇനി നമുക്ക് ഇതിന്റെ ബ്ലൗസ് കൂടി ഒന്ന് കണ്ടേക്കാം. കണ്ടോ, ബ്ലൗസ് കണ്ടോ. ബ്ലൗസ് എന്ന് വെച്ചാൽ പ്ലെയിൻ ബ്ലൗസിന് ഇതുപോലെ രണ്ട് ഭാഗത്തും ബോർഡർ ഉണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല രസമില്ലേ. ഇതാണേ സാരി. ഇതൊന്ന് ഞാൻ നിവർത്തുന്ന് കാണിച്ചില്ല. എല്ലാ സാരിയും ഞാൻ നിവർക്കുന്നില്ല. ആ സാരി മുഴുവൻ നിവർത്തിട്ടാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ഇതുപോലെ മടക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് അതിന്റെ വേറൊരു കളറ്. വാക്സ് ബാട്ടിക്കിന്റെ വേറൊരു കളറാണിത്. 1150 ആണ് ഈ സാരിന്റെ വില. ഇത് വാഷബിൾ അല്ല, ഡ്രൈ വാഷ് ആണ്. ഇതാണ് കളറ് കേട്ടോ. ഓറഞ്ച് ആൻഡ് റെഡ്, ഇതെല്ലാം നല്ല എന്തൊരു ഭംഗിയിലെ കളേഴ്സ് ആണെന്നറിയോ. ഇതിൽ നമുക്ക് വാക്സ് ബാട്ടിക്കിന്റെ അവിടെ നമുക്ക് ഊറ്റിയതുപോലെ ഉണ്ടാവും. അത് ഹാൻഡ് മെയ്ഡ് സാധനം ആയതുകൊണ്ടാണ് അങ്ങനെയുള്ളത്. ഇത് അത്രയും നല്ല ഭംഗിയുള്ള ഇതിന് നമുക്ക് ഇപ്പൊ ഉള്ളത് സോറി നമുക്ക് ഇപ്പൊ ഉള്ളത് എന്താന്ന് വെച്ചാല് ഇതിനൊരു ബ്ലൗസ് ഇത് നേരത്തെ നമ്മൾ സാരിക്ക് കാണിച്ചതുപോലെ തന്നെ നല്ല പ്യുവർ ആയിട്ടുള്ള പ്ലെയിൻ ബ്ലൗസിന് കണ്ടോ, പ്ലെയിൻ ഓറഞ്ച് ബ്ലൗസിന് റെഡ് ബോർഡർ കണ്ടോ. അതിൽ ഈ ചുമ വരുന്ന എന്തോ, തുമ്മൽ വരുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ വാക്സിന്റെ ആ ഒരു ഇതുകൊണ്ടാണ്. അതിന്റെ വേറൊരു കളർ സാരി ഇതുകൊണ്ടോ, ഇതിന്റെ നമ്മൾ പ്രിന്റേ വ്യത്യാസം കണ്ടോ. ഇത് നിങ്ങൾ വളരെ ഭംഗിയുള്ള ഒരു ബാട്ടിക് പ്രിന്റ് ആണ് കണ്ടോ. നിങ്ങള് നല്ല ഭംഗിയുള്ള ഒരു ബാട്ടിക് പ്രിന്റ് ആണ് ഉള്ളത്. അതിന്റെ എന്താ പറയാ, ഇതാ ബ്ലൗസിന്റെ പാട്ടാ ഇത് മുന്താണി. ഇത് കേട്ടോ, ഇത് മുന്താണിന്റെ പാട്ട്. ഇതാണ് ഈ പ്ലെയിന്. നമുക്ക് അതിന്റെ തന്നെ വരുന്ന ഇതുണ്ടോ, ഈ ഭാഗം കണ്ടോ. ഇതാണ് ഇതിന്റെ ബ്ലൗസിന്റെ പാർട്ട്. ബ്ലൗസ് ഇത് ഫുൾ ബാട്ടിക് പ്രിന്റിലെ അതേ ബ്ലൗസ്. ഇതിപ്പം വരുന്ന കളർ എന്ന് പറഞ്ഞാൽ
ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനാണ് വരുന്നത്. അതിൽ വൈറ്റും ഉണ്ട്. വൈറ്റിലാണ് ബാട്ടിക് പ്രിന്റ് എന്ന് പറയുമ്പോൾ അത് വൈറ്റിലാണ് ഉണ്ടാവുക. ഏതൊരു അതിലും വൈറ്റ് കളറിൽ ഉണ്ടാവുക. ഇനി അതിന്റെ തന്നെ നമ്മൾ വേറൊരു കളർ കാണുന്നതെന്ന് വെച്ചാല് ഇതുണ്ടോ, മെറൂൺ ആൻഡ് റെഡ്. ഇത് എല്ലാം ഒന്നിനൊന്ന് ഭയങ്കര രസമുള്ള കളറും ഭയങ്കര ഭംഗിയുമാണ് കാണാൻ. ഇതിലെ പ്രിന്റും വ്യത്യാസമാണ് കണ്ടോ. ഇത് കണ്ടോ, ഇതിലെ പ്രിന്റും വ്യത്യാസമാണ്. ഇത് വേറെ ഒരു നമ്മളെ ലീഫ് മോട്ടീവ് എല്ലാം വരുന്ന പോലത്തെ ഒരു പ്രിന്റാണ്. പക്ഷേ ഇതിൽ ബാട്ടിക് പ്രിന്റ് ആണ് ലീഫ് മോട്ടീവ് എല്ലാം. കണ്ടോ, ഇതാണ് ഇതിന്റെ സാരി എന്ന് പറയുന്നത്. സാരി ഇതിന്റെ ബ്ലൗസ് എന്ന് പറയുന്നത് കണ്ടോ, പ്ലെയിനിന് രണ്ട് സൈഡിലും നമ്മളെ ബാട്ടിക് പ്രിന്റിന്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാരി. അത്ര ഭംഗിയുള്ള സാരിയാണ്, അത്ര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഉടുത്ത് കഴിഞ്ഞാൽ ഇതും അല്ല, അത് ഹാൻഡ് മെയ്ഡ് സാരിയാണ്, അതുപോലെ തന്നെ വരും. അതിപ്പം ഇനി അടുത്ത് നമുക്ക് കാണിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു നമ്മൾ ഓണത്തിനെല്ലാം ഉടുക്കാൻ പറ്റിയ വിധത്തിലുള്ള ഒരു സാധാ ഒരു പ്ലെയിൻ ബോർഡറുള്ള ഒരു സാരി. പ്ലെയിൻ ബോർഡർ ആണ് ഇതിന്. കണ്ടെങ്കില് പ്ലെയിൻ, ഇത് ഞാൻ ഒരു തവണ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അത് കണ്ടോ, പ്ലെയിൻ ബോർഡറുള്ള സാരി. അതിന്റെ മുന്താണീന്റെ ഭാഗമാണ് ഇത്. കണ്ടോ, അതിന്റെ മുന്താണീന്റെ ഭാഗമാണ് ഇത്. അത് ഇപ്പൊ നമ്മള് അത് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ഭംഗിയുള്ള സാരി കണ്ടോ. എല്ലാ സാരികളും എന്താ വെച്ചാൽ വിത്ത് ബ്ലൗസ് ആണ്. എല്ലാ സാരികളും അതിന്റെ ബ്ലൗസ് വരുന്ന ഭാഗമാണ്. എല്ലാ സാരികളും വിത്ത് ബ്ലൗസ് ആണ്. ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരുവിധം എല്ലാ സാരികളും വിത്ത് ബ്ലൗസ് ആണ്. ഇനി അതിന്റെ തന്നെ വേറൊരു ഗ്രീൻ കളറാണ് ഇത് കണ്ടോ. അതിന്റെ തന്നെ ഒരു നല്ല ലൈറ്റ് എന്താ പറയുക, പിസ്ത പച്ചാനെല്ലാം നമ്മൾ പറയില്ലേ, അതേ കളറാണ് ഇത്. നല്ല ഭംഗിയില്ല. ഇതിൽ നിറയെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കണ്ട. ഏകദേശം ബാട്ടിക് പ്രിന്റ് പോലെയുള്ള ഒരുതരം പ്രിന്റ്, നിറയെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതിനിതാ ഇതുപോലെ അറ്റത്ത് പ്ലെയിൻ ബോർഡർ, അതിന്റെ നേരെ മേലെയായിട്ട് ഒരു ചെറിയ കസവ് ബോർഡറും, അങ്ങനെയാണ് സാരി കൊടുത്തിട്ടുള്ളത്. അതിന്റെ മുന്താണിയുടെ ഭാഗമാണ് ഇത് കണ്ടോ. അതിന്റെ മുന്താണിയുടെ ഭാഗമാണ് ഇത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതിന്റെ മുന്താണിയുടെ ഭാഗമാണ് ഇത് പ്ലെയിൻ ബ്ലൗസ്, ഇതേ കളറ്, ഇതേപോലത്തെ പ്ലെയിൻ ബ്ലൗസ്, കരയുള്ള പ്ലെയിൻ ബ്ലൗസ്, അതാണ് അതിലുള്ള. പിന്നെ അതിന്റെ തന്നെ നമ്മൾ ഒരു കാണുന്നത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം എന്ന് പറയും. ഓഫ് വൈറ്റ് എന്ന് പറയാം, നമുക്ക് ക്രീം എന്ന് തന്നെ പറയാം. ക്രീം കളർ കണ്ടോ. ഇതിലെന്ന് പറഞ്ഞാൽ ഓണത്തിനെല്ലാം ഉടുത്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഈ സാരിയെല്ലാം ഇട്ടാല് നമുക്ക്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. ഇത് സാരിന്റെ താഴെ വരെയുള്ള വർക്ക്. അതിന്റെ ബ്ലൗസ് വരുന്നത് ഇതുണ്ടോ. ഇതാണ് ബ്ലൗസ് വരുന്നത്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസാണ് വരുന്നത് കണ്ടോ. ബാക്കി സാരി മുഴുവൻ ഇതേപോലെ ഒരു പ്രിന്റും അതിന് താഴെ പ്ലെയിൻ ബോർഡറും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത്രയും സാരികളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത്. ബാക്കി നമുക്ക് ദിവസങ്ങളുണ്ടല്ലോ, ഓരോ ദിവസമായിട്ട് കുറച്ചായിട്ട് കാണാം. ഈ വീഡിയോ എന്ന് വെച്ചാൽ കുറെ മുന്നോട്ട് പോകുമ്പോ എന്ന് വെച്ചാൽ നമുക്ക് കാണാൻ അത്ര ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഒരു 15 മിനിറ്റിനുള്ളിൽ വീഡിയോ ആക്കിയാൽ മതി എന്ന് ഞാൻ വിചാരിച്ച്. അങ്ങനെയാണ് ഇതുവരെയുള്ള വീഡിയോ ഇട്ടത്. പക്ഷെ എന്നാലും അത് കുറച്ച് വലുതായി പോയി തോന്നുന്നു. ഇന്ന് നമുക്ക് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ദിവസവും കാണാം. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും മടുപ്പില്ലാണ്ട് തന്നെ കാണാനും നമ്മളെ സാരികൾ കാണാനും എല്ലാം പറ്റും. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എല്ലാവരും ഇതുപോലെ തന്നെ പ്രോത്സാഹനവും സ്നേഹവും ഇതുപോലെ തന്നെ തരിക. പിന്നെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും, ഞാൻ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ അപ്പിയറൻസിൽ ആയാലും എൻ്റെ സംസാര രീതിയിലായാലും, അതായത് നമ്മൾ കണ്ണൂരുകാരാണല്ലോ, തലശ്ശേരിക്കാരാണ്. അപ്പൊ നമ്മളെ ഭാഷകളിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വരുത്തണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പെർഫോം ചെയ്യുന്നത്, നിങ്ങൾക്ക് സാരികളെല്ലാം കാണിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതെല്ലാം നിങ്ങൾ എന്നോട് അഭിപ്രായം നിങ്ങൾ അറിയിക്കണം. എന്നാ എനിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയാണെങ്കിലും പറ്റും. ഇപ്പൊ തന്നെ എനിക്ക് ഈ ഒരു ആത്മവിശ്വാസം കിട്ടിയത് തന്നെ എനിക്കിന്ന് എന്നെ ജീന മാം വിളിച്ചിരുന്നു എന്നോട്. മോളെ നീ കുറച്ച് ഇങ്ങനെ വരുത്തണ്ടേണ്ട്, നീ ഇങ്ങനെ കുറച്ചൊന്ന് മാറേണ്ടേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് ഞാൻ എവിടെയോ അവരെവിടെയോ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഇങ്ങനെ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് വന്ന ആ ഒരു സന്തോഷം. അതുപോലെ എന്നോട് നിങ്ങളെ സ്നേഹവും സഹകരണവും എപ്പോഴും ഉണ്ടായിരിക്കുക.
എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ഏത് ഐറ്റമാണ് ഇതിൽ ഇഷ്ടമായെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. എൻ്റെ നമ്പർ 8075679456. അതിൽ വാട്സപ്പ് ചെയ്യുക. ഐറ്റം അവൈലബിൾ ആണെങ്കിൽ അപ്പോഴേ തന്നെ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എന്താ പറയുക, നമ്മളെ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് നോക്കുക എങ്ങനെയുണ്ട് എന്താണ്. ഓക്കെ, എന്നാൽ ഇന്ന് ഇത്ര വരെയുള്ളൂ. ഗുഡ് നൈറ്റ്.